ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ഇങ്ങനെ കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ചെക്കപ്പ്, വാട്ടർ സർവീസ്, അതുപോലെ ഫ്രണ്ട് വെട്ടൽ, സീറ്റ് ലോക്ക് ഇടയ്ക്ക് വർക്കാവുന്നില്ല, അതുപോലെ ബസ്സർ ഫിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും ക്ലച്ച് ഉഷ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതുപോലെ വേരിയൻ്റ് ബോഡി, റോളർ വെയിറ്റ്, അതിൻ്റെ ബോസ് ഡ്രൈവ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റാണ്, നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നമുക്ക് അതിന് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിൽറ്ററാണ്. നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് തരാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒരു കംപ്ലയിൻറ്റ് വേണം. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ആ കാർബറേറ്റർ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. ഇതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണത്. അപ്പോൾ ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ട് കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെയാണ് ആ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കിൻ്റെ സൈഡൊക്കെ ഉണ്ട്, നല്ല കാർബണിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വെട്ടലിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. ഫ്രണ്ട് വെട്ടലിൻ്റെ മെയിനായിട്ട് കാണിക്കുന്ന ബാക്ക് ടയറിൻ്റെ കംപ്ലയിൻ്റാണ്. ഞാൻ കാണിച്ചാൽ ആ ബാക്ക് ടയർ മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. ആ ടയർ മാറ്റുന്ന കൂട്ടത്തിൽ അത് പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് നമുക്കത് മാറ്റി കിട്ടും. അതിൻ്റെ ഫ്രണ്ടിൽ ബ്രേക്ക് ഷോ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഫ്രണ്ടിൽ ബ്രേക്ക് ഷോ നല്ല ബ്രേക്ക് ഷോ ആണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ അതിൻ്റെ ബുഷുകളായാലും ഷോക്കപ്പിൻ്റെ ബുഷായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ലിങ്ക് ബുഷിന് നമുക്ക് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ രണ്ട് ബുഷിന് കോളർ മാത്രം, ഒരു മെറ്റലിൻ്റെ കോളർ വരും, അത് മാത്രം ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. കേട്ടോ, പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2022 ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ നമ്മൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.20 വോൾട്ട് കാണിക്കുന്നു. അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററി നല്ല ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്ലഗ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നല്ല പ്ലഗ്ഗാണ്. പിന്നെ ബസ്സറാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ നല്ല ഓയിലായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ കറക്റ്റ് ഓയിൽ ചേഞ്ചുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഓയിലിന് വലിയ കളർ വ്യത്യാസമൊന്നും കാണിക്കില്ല. ഒരു 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റിക്കളയുന്നതായിരിക്കും നല്ലത്. കേട്ടോ, പിന്നെ അതുപോലെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്ക് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് ബാക്ക് വീൽ അയക്കുന്ന ബാക്കിലെ ബ്രേക്സ് നമുക്ക് മാറ്റാറായിട്ടുണ്ട്. കേട്ടോ, അത്യാവശ്യം ഒരു 30 അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ബ്രേക്ക് പിടിക്കുമ്പോൾ തീരെ കുറവാണ്, ബ്രേക്കില്ല. അപ്പോൾ ആ ബ്രേക്സ് കൂടി ഒന്ന് വീലയച്ച് ബ്രേക്സും മാറ്റണം. അതുപോലെ ബാക്കിലെ ടയറിൻ്റെ അവസ്ഥ ഇതാണ്. ബാക്കിലെ ടയർ നമുക്കത് മാറ്റാറായില്ല. ഈ ഒരു സൈഡൊക്കെ തേയ്മാനം നല്ല രീതിയിലുണ്ട്. ആ ടയറിൻ്റെ കംപ്ലയിൻ്റാണ് ആ ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ടയർ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ആ ഫ്രണ്ട് കിടക്കുന്ന മോഡൽ ബാക്കിലേക്ക് ഇടുന്നതായിരിക്കും നല്ല. അപ്പോഴാണ് നമുക്ക് ഓടിക്കാനും ഒരു കംഫർട്ട് ആവുള്ളൂ. പിന്നീട് എപ്പോഴാണെങ്കിൽ ആ ടയർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മോഡൽ ടയർ ഇടാതിരിക്കുക. എന്താ പറയുക, ഫ്രണ്ട് കിടക്കുന്ന മോഡൽ സാപ്പർ ടൈപ്പ് പറയും, വി ഷേപ്പ്. അപ്പോൾ അത് അങ്ങനത്തെ ടയർ ഇടാൻ ശ്രദ്ധിക്കുക. ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ടയറും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ പറ്റും. അതിലിപ്പോൾ നമുക്ക് മാറ്റേണ്ട സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാൻ സ്ലോ ജെറ്റ് മാറുക, ഫ്രണ്ടിലെ ബുസ്കിറ്റ് അതായത് കോളർ ബുഷ് മാറുക, ബസർ മാറുക, പിന്നെ ബാക്കിലെ ബ്രേക്ക് ഷൂ, അതുപോലെ ടയറും കൂടി ഉൾപ്പെടുത്താം. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ നോക്കിയിട്ടൊന്ന് പറയണം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഓയിലായിട്ടാണ് കാണിക്കുന്നത്. ഒരു 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റുന്നതായിരിക്കും നല്ലത്. ഓയിലിനെ നോക്കിയിട്ട് മാറ്റണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓയിൽ ഞാൻ ഇപ്പോൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല, അത് കൂടാതെയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.